പിതാക്കന്മാരായ വിശുദ്ധ ബേസിലിന്റെയും വിശുദ്ധ ഗ്രിഗറിയുടെയും ഓർമ്മയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇത്. ആ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനും അവർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന വിശ്വാസ തീക്ഷ്ണത നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർത്തുവാനും നമുക്ക് സാധ്യമാകണം. അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്ന് ആശംസിക്കുന്നു. മലയാളത്തിലെ ഒരു പ്രശസ്തനായ എഴുത്തുകാരനും ഒരു സാഹിത്യ നിരൂപകനുമാണ് എം.എൻ. വിജയൻ. അദ്ദേഹത്തിന്റെ ഒരു കൃതിയുടെ പേര്, അദ്ദേഹം കൊടുത്ത ശീർഷകം ഇപ്രകാരമാണ്: മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ എന്നാണ്. ആ ശീർഷകത്തിൽ നമുക്കൊരു വൈരുദ്ധ്യാത്മക കാണാറുണ്ട്. ഒരു ലോകമേ ഉള്ളൂ, എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ എന്ന് പറയുന്നത്? ഇവിടെ ആയിരിക്കുന്ന പല വീടുകളിൽപ്പെട്ടവരാണ്, എന്നാൽ ഒരു വീട്ടിൽ ഒരു കൂടിക്കീഴിൽ താമസിക്കുന്നവർ പല ചിന്തകളിൽപ്പെട്ട് ആടി ഉലഞ്ഞ് അതിന് ഉത്തരം കണ്ടെത്താതെ, ആ സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്താതെ വിഷമിക്കുന്നവരാണ്. പരസ്പരം അവരുടെ നിരാശകളെ പങ്കുവെക്കാനാകാതെ, അതിനുത്തരം കണ്ടെത്തുവാനാകാതെ വിഷമിക്കുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ വിഷമിക്കുന്ന നമുക്ക് ഏക ആശ്രയമായി മാറുന്നത് നമ്മുടെ തന്നെ ലോകങ്ങൾ സൃഷ്ടിച്ച് അത് തരുന്ന സുരക്ഷിതത്തിനുള്ളിൽ, ആ ആവരണത്തിനുള്ളിൽ നമ്മളെ തന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ശിഷ്യന്മാർ പടക് കയറി അക്കരയ്ക്ക് പോയി, ക്രിസ്തു അവരോട് കൂടെ ഇല്ലായിരുന്നു. എന്നാൽ വഴിക്ക് വെച്ച് കടൽ പ്രക്ഷോഭിതമായി. അവർ പേടിച്ചു, അവർ നിലവിളിച്ചു. എന്നാൽ ക്രിസ്തു കടലിലൂടെ നടന്നു വരുന്നത് ക്രിസ്തു അതിനെ ശാസിക്കുന്നുണ്ട്. പത്രോസിനോട് പറയുന്നുണ്ട്, പടകിലുണ്ടായിരുന്ന ക്രിസ്തു കടലിനെ ശാസിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ പത്രോസ് ശിഷ്യന്മാർ ക്രിസ്തു ഇല്ലാതെ പടകിൽ കയറി അക്കരയ്ക്ക് പോകാൻ നിൽക്കുമ്പോൾ പത്രോസ് ക്രിസ്തു നടന്നു വരുന്നത് കാണുകയും കടലിന്റെ മുകളിൽ കൂടി നടന്നു വരുന്നത് കാണുകയും അവന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഓടുകയും ചെയ്യും, പടകിൽ നിന്ന് ഇറങ്ങുകയും, എന്നാൽ വിശ്വാസത്തിന് സ്ഥിരതയില്ലാതെ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതങ്ങളിലും ഈ ഒരു അവസ്ഥ വളരെ പ്രകടമായി നിൽക്കുന്ന ഒന്നാണ്. കാരണം ക്രിസ്തു ഇല്ലാത്ത പടകിൽ ഇരിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? അതോ ക്രിസ്തു ഇറങ്ങി നിൽക്കുന്ന കടലിലേക്ക്, അവന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, അവൻ വിളിക്കുന്ന വിളിക്ക് കാതോർത്ത് കൊണ്ട് അവനെ നോക്കി നടക്കുവാൻ നിങ്ങൾ ആ ചാൻസ് ഏറ്റെടുക്കാൻ റെഡിയാണോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. നാം നേരത്തെ കെട്ടിപ്പടുത്തിരുന്ന ലോകങ്ങൾ നമുക്ക് തരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. സത്യത്തിൽ ഞാൻ എന്ന വ്യക്തി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിത്വങ്ങൾ രൂപം പ്രാപിക്കുന്നത് ആ ലോകങ്ങളിൽ നിന്ന്, ആ ലോകങ്ങൾ അവർക്ക് സമ്മാനിക്കുന്ന അനുഭവങ്ങളും ആ അനുഭവങ്ങളിലൂടെ നാം സ്വായത്തമാക്കുന്ന തിരിച്ചറിവുകളുമുണ്ട്. നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്. എന്നാൽ അതിനൊരു ദൂഷ്യഫലം എന്താണെന്ന് വെച്ചാൽ, അറിവുകൾ സ്വായത്തമാക്കുന്നതിലെ ഒരു പ്രശ്നം, ഒരു വീഴ്ച, ആ അറിവിനെ നാം അനുഭവമാക്കി മാറ്റുന്നില്ല, അതിനെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. ഇവിടെ ആ അനുഭവങ്ങളും അതിൽ കൂടി ലഭിക്കുന്ന തിരിച്ചറിവുകളുമാണ് നാം എന്ന വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്, രൂപാന്തരീകരിക്കുന്നത്. അതിനെ കൈമുതലാക്കി വെച്ചുകൊണ്ടാണ് നാം ഈ പുതിയ വർഷത്തിലേക്ക് കയറുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ആ അനുഭവങ്ങൾ എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ഒരു വർഷം ഏവർക്കും ഒരുപോലെ ആയി തീർന്നുകൊണ്ടിരിക്കണം എന്നില്ല. എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പലർക്കും പല രീതിയിലായിരുന്നു ഈ വർഷം അവരുടെ ജീവിതത്തിൽ സമീപിച്ചത്. ചിലരുടെ ചുണ്ടുകളിൽ ചിരിയുടെ ചന്ദ്രകല വിരിയിക്കുന്നുണ്ടാകാം, എന്നാൽ ചിലർക്ക് ആ ഓർമ്മകൾ അവരുടെ കണ്ണുകളിൽ നോവിന്റെ നനവ് പടർത്തുന്നതാണ്. എന്ത് തന്നെയായാലും നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു പുത്തൻ ഉണർവ് പ്രാപിച്ചുകൊണ്ട് ഓരോ നിമിഷവും നവമാക്കപ്പെടുന്നതിന്റെ ആവശ്യകത, അല്ലെങ്കിൽ അതിന്റെ ഒരു ഊർജം സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. ആ പ്രക്രിയയിൽ തുടർ പങ്കാളികളാകുവാൻ നാം നമ്മെ തന്നെ സന്നദ്ധമാക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങളും കഴിഞ്ഞ ആഴ്ച
ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ക്രിസ്തുമസിന്റെ ആനന്ദവും സന്തോഷവും എല്ലാം മറ്റുള്ളവരിലേക്ക് പകർന്നവരാണ്. ഈ ആഘോഷാനുഭൂതിയിൽ എവിടെയും നമ്മൾ ക്രിസ്തു എന്തിനാണ് മനുഷ്യനായി അവതരിച്ചത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്? നമ്മളുടെ വിശദീകരണങ്ങൾ തുടങ്ങുന്നത് സൃഷ്ടി വിവരണങ്ങളുടെ വിശദീകരണത്തിലൂടെ കയറി ആ നാടോടി സഞ്ചരിച്ച് നമ്മൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കയറി നമ്മളൊരു തീർപ്പിലെത്തുന്നത് പാപികളായ നമ്മളെ രക്ഷിക്കുവാനും നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടും കൊള്ളുവാനുമാണ്, നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുവാനുമാണ് ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് എന്നാണ്. എന്നാൽ അത് തെറ്റാണെന്നോ അതിനെ തള്ളിപ്പറയുകയോ ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത മറ്റൊരു തലം അതിലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: അവന് സർവസമ്പൂർണതയെ വസിപ്പാനും അവൻ ക്രൂശിൽ ചെറിയ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. ഞാൻ ഇവിടെ വായിക്കാം: അവന് സർവസമ്പൂർണതയെ വസിപ്പാനും അവൻ ക്രൂശിൽ ചെറിയ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ പുത്രൻ തമ്പുരാൻ എന്തിനാ മനുഷ്യാവതാരം ചെയ്തത്? പുത്രൻ മൂലം പിതാവിന് പദ്ധതിയുണ്ട്. പുത്രൻ മൂലം പുത്രനിലൂടെ ഭൂമിയിലുള്ളതിനെ സ്വർഗത്തോട് അനുരഞ്ജിപ്പിക്കാനാണ് പുത്രൻ പിതാവിന്റെ ആജ്ഞപ്രകാരം മനുഷ്യാവതാരം ചെയ്തത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ അത്ര വിലപ്പെട്ടത് എന്താണ് ഈ ഭൂമിയിലുള്ളത്? ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാനാണ്. അപ്പൊ ഭൂമിയിൽ അത്ര വിലപിടിപ്പുള്ള എന്താണ് ദൈവം കണ്ടിട്ടുള്ളത്? എന്താണ് അതിന്റെ ഉത്തരം കിടക്കുന്നത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങള് സൃഷ്ടി പരമ്പരയുടെ ഒരു ആഖ്യാനമാണ് കിടക്കുന്നത്. 2-ാമത്തെ അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ മനുഷ്യനെ എപ്രകാരമാണ് ദൈവം സൃഷ്ടിച്ചത് എന്നതിന് വിശദീകരണമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരമാണ് അവിടെ പ്രതിപാദിക്കുന്നത്: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിരുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. അപ്പൊ നമ്മൾ എന്തിനാലാണോ വിനയപ്പെട്ടത് അത് ഈ ഭൂമിയിൽ നിന്നുള്ളതും നമ്മൾ വിനയപ്പെട്ടതിന് ജീവൻ നൽകുന്ന വസ്തു ആ വിശേഷിയേറിയ കാര്യം അത് സ്വർഗത്തിന്റെ അംശവുമാണ്. അപ്പോ ഒരു 2 റിയാലിറ്റികളുടെ ഒരു കോമ്പിനേഷനാണ് ഞാനും നിങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അത് നമ്മുടെ വംശത്തിന്റെ 2 ഭാഗങ്ങളാണ്, 2 പെർസ്പെക്റ്റീവ്സ് ആണ്, 2 തലമാണ് അത് കാണിക്കുന്നത്. ഒന്ന് നമ്മുടെ നിസാരതയും, 2 നമ്മുടെ മഹത്വവും. നമ്മൾ ദൈവം സൃഷ്ടിച്ച ഭൂമിയിലെ പൊടി കൊണ്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, നമ്മൾ വിനയപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ നിസാരതയും. അവന്റെ ശ്വാസം അവൻ മറ്റാർക്കും കൊടുക്കാത്ത, മറ്റൊരു ജീവജാലങ്ങൾക്ക് കൊടുക്കാത്ത ജീവശ്വാസം ക്രിസ്തുവിന്റെ അംശം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചു എന്നുള്ളത് നമ്മുടെ മഹത്വം വിളിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നാറുണ്ട്, വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണ്, നമ്മുടെ നിസ്സാരതയെക്കുറിച്ചും നമ്മുടെ ബലഹീനതയെക്കുറിച്ചും ഉള്ള അവബോധം നമ്മളെ എപ്പോഴും ഭരിക്കുന്നുണ്ടെങ്കിൽ നാം ആവശ്യം വൃഥ കോപപ്പെടുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്നും ഒരു പരിധി വരെ നമ്മളെ തന്നെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കും. അതിന് സാധിക്കുവാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ ആ മഹത്വം വിളിച്ചോതുന്ന കാര്യം, അതായത് സൃഷ്ടാവിന്റെ അംശം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് അവൻ വ്യത്യസ്തനാവുന്നത്. മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല, അവന് നേരെ നിൽക്കുവാനുള്ള കഴിവ് കൊടുത്തുകൊണ്ടാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടികരണം എന്തിനായിരുന്നു?
അത് ഭൂമിയിലുള്ളതോ അല്ലെങ്കിൽ അവൻ എന്തിനാൽ അറിയപ്പെടുമോ അതിനെ സൗന്ദര്യം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് കീഴെയുള്ളതെല്ലാം അവൻ അടിമപ്പെടുത്തുവാനുള്ള അവകാശമല്ല അവന് നൽകുന്നത്. പിന്നെയോ അവന് ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ അവനെ എപ്പോഴും അവന് ഉണർവ് കൊടുക്കുന്നതാണ്. അവൻ നട്ടല് നിവർന്നവനായി അവനെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കാര്യം, ആ ബോധ്യം, ആ അവബോധം നമ്മളെ എപ്പോഴും ഭരിക്കുന്നുണ്ടോ, ആ കടമ നാം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യവും. നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കാറുണ്ടോ? ഈ ലോകസമുദ്രത്തിന്റെ ഇടയിൽപ്പെട്ട് അതിന്റെ തീരം കാണാൻ, അതിന്റെ തീരത്തെത്താൻ വെമ്പൽ കൊള്ളുന്ന, അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന നാം ഓരോരുത്തരും ഉയരത്തിലെ കാര്യം അന്വേഷിക്കാൻ എപ്പോഴാ സമയം? വീട്ടിലെ കാര്യം തീർത്തിട്ട് വേണം പിന്നെ നാട്ടിലോട്ട്. അതുപോലെ ലൗകികമായ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ചിട്ട് വേണം ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ. പിന്നെ ആകെ കിട്ടുന്ന സമയം നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ചൊല്ലി പ്രാർത്ഥിച്ച് അച്ഛനെ പേടികളൊന്നും ഇങ്ങനെ അങ്ങ് പോകും. എന്നാൽ അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും നമ്മൾ തിരികെ നമ്മുടെ സൃഷ്ടാവിനെ കൊടുക്കേണ്ടത്. പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കുറച്ചുകൂടെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനെ കുറച്ചുകൂടെ ആഴമുള്ള ജീവിതങ്ങൾക്ക് ഉടമകളായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരുന്നു. ദൈവസ്നേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവസ്നേഹത്തിന്റെ ആഴവും ഓളവും പരപ്പും, വീതിയും പരപ്പും തിരിച്ചറിഞ്ഞാൽ ആ സ്നേഹത്തിനെ തേടി ഇറങ്ങുന്ന നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ ചെറിയ ഓളപ്പരപ്പുകൾ ശാന്തമായിരിക്കും. ആ ഓളപ്പരപ്പുകളെ ശാന്തമാക്കുവാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചവൻ അതിന് പ്രാപ്തിയുള്ളവരാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവന്റെ സഹായഹസ്തം നീട്ടും. അച്ഛൻ്റെ മുമ്പേ സൃഷ്ടാവിന്റെ കരത്തിന്റെ പ്രത്യേകതകളുണ്ട്. മടുത്തുപോകാത്ത കരമുണ്ട്. ആ കരത്തിന് കീഴിൽ താണിരിക്കാനുള്ള മനസ്സ് നാം ഓരോരുത്തരും കാണിച്ചാൽ ആ കരത്തിന് കീഴിലല്ല, ആ കരത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ ജീവിതാന്ത്യത്തോളം വഹിക്കുവാൻ മനസ്സുള്ള ഒരു സൃഷ്ടാവിനെയാണ്, ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മളെ എപ്പോഴും ഭരിക്കേണ്ടതുണ്ട്. ഈ പുതുവർഷത്തിൽ ആ ഒരു ബോധ്യത്തിൽ വളരുവാനും നമ്മെ തന്നെ ക്രമപ്പെടുത്തുവാനും നമുക്കിടയാകട്ടെ എന്ന് ആമുഖമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 36-ാം വാക്യമാണ്. മേൽപ്പറഞ്ഞ ജീവിത സാഹചര്യത്തിലേക്ക് നാം എപ്രകാരമാണ് നമ്മളെ തന്നെ വേർതിരിക്കേണ്ടത്, ക്രമപ്പെടുത്തേണ്ടത് എന്നതിന് ഒരു ദൃഷ്ടാന്തമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഇപ്രകാരമാണ് പരിശുദ്ധ സ്ലീഹ പ്രതിപാദിക്കുന്നത്: സകലവും അവനിൽ നിന്നും അവനാലും അവരിലേക്കും ആകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പോക്ക്, ഒരു ക്രമീകരണം എപ്രകാരമായിരിക്കണം എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സകലവും അവനിൽ നിന്നും അവനാലും അവരിലേക്കും. അതിന് ഇംഗ്ലീഷ് പരിഭാഷ പ്രകാരമാണ് എവറിത്തിങ് ഈസ് ഫ്രം ഹിം, ത്രൂ ഹിം ആൻഡ് ടുവേർഡ്സ് ഹിം. ഈ ഒരു ബോധ്യം, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാനും നിങ്ങളും അല്പം മുമ്പ് ക്രിസ്തു എന്തിനാണ് മനുഷ്യാവതാരം ചെയ്തത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചു. എന്നാൽ നമ്മൾ മനുഷ്യരായി എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നു. ഇത്ര ആകാര ഭംഗിയും സൗന്ദര്യവും ഒക്കെ ഉള്ളതിനെ നമ്മളെ നിങ്ങളൊക്കെ സൃഷ്ടിച്ചാക്കിയത് എന്തിനു? കുറെ തിന്ന് ആരംഭിച്ച് സുഖിച്ച് വിളിക്കുമ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയാണ്. ആണോ? എന്നാൽ അങ്ങനെയല്ല. അങ്ങനെയാണ് ചിന്തയെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. അത് നമ്മുടെ മൗഢ്യമായ ഒരു ചിന്തയാണ്.
അതിനുള്ള ഉത്തരം പരിശുദ്ധനായ പൗലോസ്ലീഹ തന്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിലാണ് കാണുന്നത്. പ്രകാരമാണത് പറയുന്നത്. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുള്ളൂ. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്യമാണ് 2 കൊരിന്ത്യർ 5:3 വാക്യം. എല്ലാം ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം തുടങ്ങുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. അവിടെ പറയുന്നുണ്ട്, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കടന്നുപോയിരിക്കുന്നു. അപ്പൊ നമ്മുടെ തുടക്കം എവിടെ നിന്നാണ്? എവിടെ നിന്ന് ആകേണ്ടിയിരിക്കുന്നു? ക്രിസ്തുവിൽ നിന്നാണ് ആകേണ്ടിയിരിക്കുന്നത്. അത് അവനാണ് ആയിരിക്കുന്നത്. അവിടെ ഈ പുതുക്കം എന്നുള്ളത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതുക്കം പ്രാപിക്കണം, അവൻ പുതിയ സൃഷ്ടിയായി മാറും. അവൻ ക്രിസ്തുവിൽ നിന്ന് തുടങ്ങുന്ന എല്ലാവർക്കും ഒരു പുതുക്കം ഉണ്ടാവും, ഒരു ന്യൂനെസ് ഉണ്ടാവും. താഴെ നമ്മൾ അതിന് മുമ്പ് വായിച്ച വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:23 ആ പുതുക്കം ഏത് തലത്തിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ വായിച്ചത് അത് ഏത് തലത്തിലാണ് ആയിരിക്കേണ്ടത്? ആത്മാവിനുള്ള പുതുക്കമാണ് നമുക്ക് ആവശ്യം. ആ പുതുക്കം തുടങ്ങേണ്ടത് ആത്മാവിൽ നിന്നുള്ളത്, അല്ലാതെ ശരീരപ്രകാരം നമ്മൾ നശ്വരമായ ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതോ അതിനെ പരിപാലിക്കുന്നതോ പോലെയല്ല. ക്രിസ്തുവിൽ നിന്നുള്ള തുടക്കത്തിന്റെ സാധ്യമാകുന്നത് അത് ആത്മാവിനെ പുതുക്കിക്കൊണ്ടാണ്. ആത്മാവിന്റെ പുതുക്കം നമ്മൾ പ്രാവശ്യമുണ്ടോ? എന്തായാലും ഓർത്തഡോക്സ് അംഗങ്ങളെ ജനിച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തില് മാമോദീസ എന്ന കൂദാശയേറ്റ് ക്രിസ്തു എന്ന ശരീരത്തോട് ചേർന്ന നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചതല്ലേ? ആ ആത്മാവിന്റെ പുതുക്കം വൈദികന്റെ നൽവരം ഉപയോഗിച്ച്, പട്ടത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതല്ലേ? ആ പുതുക്കത്തിന്റെ തിളക്കം അത് മങ്ങാതെ മായാതെ ഇന്ന് വരെ കാത്തു സൂക്ഷിക്കാൻ, ഈ നിമിഷം വരെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് നമ്മുടെ നിരുത്തരവാദിത്വപരമായ ഒരു സംഭവം. തീർച്ചയായിട്ടും അത് നല്ല ഉത്തരവാദിത്വമാണ്, അത് നമ്മുടെ നിയോഗമാണ്, അത് നമ്മുടെ വിളിയാണ്. ആ ഉത്തരവാദിത്തത്തെ നമ്മൾ എത്ര നിസ്സാരമായാണ് കണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മുഖഭാവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സകലവും ആരംഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. ക്രിസ്തുവിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ ആ യാത്ര ഇതുവരെ എത്തി. അപ്പൊ എനിക്ക് വളരെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ പറയാറില്ല. ഈ ജീവിതയാത്രയിൽ തുടങ്ങിയത് ക്രിസ്തുവിൽ നിന്നാണ്. എന്നാൽ ഈ ജീവിതയാത്ര മുന്നോട്ട് നീങ്ങി ഇത്രയായപ്പോൾ നമ്മെ ആരാണ് നയിക്കുന്നത്? ക്രിസ്തുവിനാലാണ് നയിക്കപ്പെടേണ്ടത്. അങ്ങനെ നയിക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥവും അർത്ഥരഹിതവുമായി മാറും എന്ന് ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇപ്പോൾ ക്രിസ്തു അല്ല നയിക്കപ്പെടുന്നത്, ക്രിസ്തുവിനാലല്ല നയിക്കപ്പെടുന്നത് എന്ന ഒരു ബോധ്യം, ഒരു സംശയം നമുക്കുണ്ടെങ്കിൽ നമ്മളും ആദ്യ മാതാപിതാക്കളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അവരവിടെ നിന്നാ തുടങ്ങിയാണ് യാത്ര. അവര് ക്രിസ്തുവിനോട് കൂടെ നടന്നവരാണ്. ദൈവത്തോടൊപ്പം നടക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്, ആ അവസരം ലഭിച്ചവരാണ്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള
ഒരു അന്തരം അവിടെ ഇല്ലായിരുന്നു ആദ്യമേ. എന്നാൽ പോകെ പോകെ അവർ അവരുടെ വീഴ്ചയ്ക്ക് വഴിവെച്ചു. അന്ന് ഇന്നും മനുഷ്യകുലത്തിന്റെ വീഴ്ചയ്ക്ക് കാരണമാകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അവന്റെ അഹങ്കാരം. 2, സ്വയാശ്രയത്വം. 3, സ്വാതന്ത്ര്യയുടെ ദുർവിനിയോഗം. ഇതിലേതെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്? ഈ പ്രദേശത്തുള്ളതെല്ലാം തന്നെയാണ്. അഹങ്കാരം ലേശമില്ല. കിട്ടിയ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാറില്ല. ഞാനാണ് വലുത്, ഞാൻ പിടിച്ച മുയലിന്റെ 3 മുമ്പ് എന്നുള്ള മനോഭാവം ആർക്കുമില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ പരിധികൾ ഗൗനിക്കാതെ നാം അപ്രാപ്യനും അപരിഹാര്യനും അതീന്ദ്രനുമായ ദൈവത്തെ വിലകൽപ്പിക്കാതെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോഴാണ് ഈ അവസരങ്ങൾ, ഈ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, 71-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എന്റെ ആശ്രയം. അത് സങ്കീർത്തനക്കാരൻ അപ്പം പറഞ്ഞു. ഈ ബാല്യം മുതൽ എന്നുള്ളത് ബാല്യം കടന്ന് കൗമാരം കടന്ന് യൗവനം കഴിഞ്ഞ് ഞാൻ അവിടെ ഈ ബാല്യത്തിൽ ആശ്രയമാക്കി വെക്കുന്ന കർത്താവിനെ വാർദ്ധക്യം വരെ ആശ്രയമാക്കി വെക്കാനുള്ള ഒരു ചിന്ത, ഒരു ആവശ്യബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ പുതിയ വർഷത്തിൽ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന, ക്രിസ്തു മുമ്പിൽ നിന്ന് നയിക്കുന്ന ജീവനങ്ങളുടെ ഉടമകളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് നമ്മുടെ ബോധ്യങ്ങളെ നമ്മൾ കുറച്ചുകൂടെ ഉന്നതമാക്കണം, ഉചിതമാക്കണം. ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. ആധുനിക ലോകത്തിനോട് അനുരൂപരാകുവാൻ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിന്റെ വഴിവഴിയാഴികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എങ്കിലും കൈവിട്ടു പോകുന്ന ഏതോ നിമിഷത്തിൽ നമ്മൾ അപ്രകാരമായിരിക്കുവാൻ, അല്ലെങ്കിൽ ആ ഒരു കിഴിയിൽ വീണു പോകുവാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെ വീണ്ടും പോകുന്നു. അതിൽ നിന്നൊരു തിരിച്ചുവരവിന് നമുക്ക് സാധ്യമാവണം. ക്രിസ്തു ആ തിരിച്ചുവരവാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവൻ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കുന്നു. നമ്മുടെ പുരോഗമനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ കാഴ്ചവെക്കുന്ന പരിണാമങ്ങൾ, അത് പുരോഗതിയിലേക്കാണോ തിരോഗതിയിലേക്കാണോ എന്ന് നാം നിശ്ചയിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. ഒരിക്കലൊരു കവി ഇപ്രകാരമാണ് കുറിച്ചത്: 6-ാം ദിവസം ദൈവത്തിന് അബദ്ധം പറ്റി. 6-ാം ദിവസത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ സൃഷ്ടികർമ്മത്തിലാണ് സൃഷ്ടികർത്താവിന് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് എന്നാണ് ഒരു കവി കുറിച്ചത്, മലയാള കവി കുറിച്ചത്. അദ്ദേഹം ഇപ്രകാരമാണ് അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത്: വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും സ്നേഹമില്ലാതെ ഭോഗിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗം സൃഷ്ടിക്കപ്പെട്ടത് ആ ദിവസത്തിലാണ്. എന്തൊക്കെയാണ് കവിയെ ആശങ്കപ്പെടുന്നത്? എന്തൊക്കെയാ? വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും സ്നേഹമില്ലാതെ ഭോഗിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗം ഉരുവാക്കപ്പെട്ട ദിവസമാണ് 6-ാം ദിവസം എന്നാണ്.
ഇതൊരു അവലീനമാണ്. സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടികർമ്മത്തിന്റെ അല്ലെങ്കിൽ താൻ ഏർപ്പെട്ടിരുന്ന ആ കർമ്മത്തിന്റെ പാരമ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കാം നമ്മളെല്ലാവരും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ആയിരിക്കും എല്ലാവർക്കും ഓരോ നൈസർഗിക കഴിവുകളുണ്ടായിരിക്കുന്നത്. ചിലർ പണം വരയ്ക്കും, ചിലർ പാട്ട് പാടും, ചിലർ പെയിന്റ് ചെയ്യും. ഈ കഴിവുകളെല്ലാം ഉള്ള എല്ലാവരും അവരാ കഴിവുകളെ പ്രകടിപ്പിക്കുമ്പോൾ, അവരത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കം, ആ എത്രമാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ആ പ്രോസസ്സിൽ ഏർപ്പെടുന്നത്, അതിന്റെ ഔട്ട്കം നമുക്ക് ആ എൻഡ് പ്രോഡക്റ്റ് കാണാൻ സാധിക്കും. ഇങ്ങനെ 1-ാം ദിവസം തുടങ്ങി, 2-ാം ദിവസം തുടങ്ങി, 3-ാം ദിവസം തുടങ്ങി, ഈ സൃഷ്ടി കർമ്മങ്ങളിലെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അവസാനം എത്തിയപ്പോഴാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ എത്രമാത്രം പ്രിയത്തോടെയായിരിക്കും, ഇത്രമാത്രം സ്നേഹത്തോടെയായിരിക്കും, ഇത്രമാത്രം ആസ്വദിച്ചായിരിക്കും ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യകുലത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ അവബോധം നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ചിന്താധവനികളിൽ കൂടി എപ്പോഴെങ്കിലും പോയിട്ടുണ്ട്. പോയിട്ടില്ല എങ്കിൽ ഈ പുതുവർഷത്തിലേക്ക് കയറുമ്പോൾ ആ ചിന്തകളെ മനസ്സിൽ താലോലിക്കുവാനും അതിനെ എന്റെ ഭാഗത്തു നിന്ന്, വ്യക്തിപരമായി ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് എന്റെ സൃഷ്ടാവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്, ഞാൻ എന്താണ് ഇതുവരെ എന്റെ ജീവിതം കൊണ്ട് ചെയ്തിട്ടുള്ളത്, എന്താണ് നേടിയിട്ടുള്ളത്, അവരെന്നെ ഏൽപ്പിച്ച നിയോഗങ്ങളെ അതിനൊത്തവണ്ണം പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ, എനിക്ക് സാധിക്കുന്നുണ്ടോ, അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഒരു തരയെങ്കിലും ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടിയിരിക്കും. ഒരിക്കലും ഒരു ശിഷ്യൻ തന്റെ ഗുരുവിന്റെ ജന്മദിനം പ്രമാണിച്ച് ആശംസകൾ നേടാനായിട്ട് ഗുരുവിനെത്തി. ആ ശിഷ്യൻ ദൂരെ നടന്നു വരുന്ന കണ്ടപ്പോൾ ഗുരു പറഞ്ഞു, ഒറ്റയ്ക്ക് വരിക എന്ന് പറഞ്ഞു. ശിഷ്യ പുറകോട്ട് നോക്കി, അവിടെ കാണാനില്ല. അപ്പോൾ ശിഷ്യ വിചാരിച്ച് പ്രായമായിരിക്കും, കണ്ടു പിടിക്കാത്തതുകൊണ്ട് പറഞ്ഞതായിരിക്കും വിചാരിച്ച ശിഷ്യ പിന്നെ മുന്നോട്ട് നടന്നു. വീണ്ടും ശിഷ്യനോട് പറഞ്ഞു, ഒറ്റയ്ക്ക് വരിക, കമ്മലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ നോക്കിയത് 2 വശങ്ങളിലേക്ക് വന്നു. അവിടെ ആരെയും കണ്ടില്ല. ആ ഉപദേശത്തെ അല്ലെങ്കിൽ ആ ആജ്ഞാനത്തെ അധികം ഗൗനിക്കാതെ വീണ്ടും മുമ്പോട്ട് നടന്നു. ഇപ്രാവശ്യം ഗുരു തന്റെ സ്വരം കടുപ്പിച്ചു, നിന്നോടല്ലേ പറഞ്ഞത് ഒറ്റയ്ക്ക് വരാനെന്ന്. ആ ഘനകാമ്പിനി ശബ്ദത്തിൽ ശിഷ്യനവൻ ഞെട്ടിദ്ധരിച്ചു. അവൻ ഈ പ്രാവശ്യം നോക്കി, പക്ഷെ നോക്കിയത് മുമ്പോട്ടോ പുറമോട്ടോ സൈഡിലേക്കോ 2 വശങ്ങളിലേക്കോ അല്ല. പിന്നെ സ്വന്തം ഉള്ളിലേക്കാണ് അവൻ നോക്കിയത്. ഗുരുവിന്റെ സ്വരം അവന്റെ ചിന്തകളെ ഉണർത്തി. എന്തിനു വേണ്ടിയാണ് ഗുരു ആജ്ഞാപിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് കട്ടായം പിടിക്കുന്നത് എന്നുള്ളതിന്റെ ബോധ്യം അവൻ മനസ്സിലാക്കി അവന്റെ ഉള്ളിലേക്ക് നോക്കി. അങ്ങനെ ഉള്ളിലേക്ക് നോക്കി അവന് കാണാനായത് ഒരു വലിയ ആൾക്കൂട്ടത്തിൽ അറിവുകളുടെയും അറിവുകേടുകളുടെയും ധാരണകളുടെയും തെറ്റിദ്ധാരണകളുടെയും കാമനകളുടെയും വികാരങ്ങളുടെയും ബഹളം കൊണ്ടുന്ന ഒരു ആൾക്കൂട്ടത്തിൽ തന്റെ അവസ്ഥ മനസ്സിലാക്കി തന്ന ഗുരുവിനെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടും പിന്നീട് ആ ശിഷ്യൻ അവിടെ പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ഉള്ളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ആൾക്കൂട്ടങ്ങളാണല്ലോ. വാശിയുടെ, വൈരാഗ്യത്തിന്റെ, അസൂയയുടെ, കോപത്തിന്റെ, നിഗളത്തിന്റെ, ഇത് നമ്മളെ അകറ്റുന്ന പല പല കാര്യങ്ങളുടെ ആൾക്കൂട്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക. അവയുടെ ബഹളം മൂലം ഉള്ളിലെ ക്രിസ്തു ശബ്ദം വളരെ നേർന്നുകൊണ്ടിരിക്കുകയും
അത് നമ്മുടെ കർമ്മപദങ്ങളിലേക്ക് എത്താതെ പോവുകയും ചെയ്യുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നാം പരിശോധിച്ച് അതിന് വേണ്ടത് ചെയ്യേണ്ടതാണ്. പലപ്പോഴും മനുഷ്യൻ എന്നതിനെ വ്യാഖ്യാനിക്കുന്നത് മനനം ചെയ്യാൻ ത്രാണിയുള്ളവരെന്നാണ്. മനനം ചെയ്യുക എന്നത് ഉള്ളിലേക്ക് നോക്കാൻ കെൽപ്പുള്ളവൻ, അതിനുള്ള സിദ്ധിയുള്ളവൻ എന്നാണ്. എന്തിനാണ് നാം ഉള്ളിലേക്ക് നോക്കുന്നത്? നാം പലപ്പോഴും ഉള്ളിലേക്ക് നോക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ ആരും നോക്കുന്ന അപ്പുറത്ത് വീട്ടിൽ കറണ്ട് ഇൻവെർട്ടർ ഉണ്ടായാൽ അത് പറയാം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നാം ഉള്ളിലേക്ക് നോക്കേണ്ടതിന്റെ ആവശ്യകത? ഈ ആൾക്കൂട്ടങ്ങൾ കാരണം നമ്മുടെ ഉള്ളിലെ ദൈവിക സ്വരൂപം മറയപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മറയപ്പെടുന്നുണ്ടെങ്കിൽ ഈ നിരന്തരമായ മനനം മൂലമാണ് ആ ആൾക്കൂട്ടങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്നും ബഹിഷ്കരിക്കുവാനും ആ ദൈവിക സ്വരത്തെ, ദൈവിക സ്വരൂപത്തെ കൂടുതൽ ഉജ്ജ്വലമായി ജ്വലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ദൈവിക സൃഷ്ടിയായ നാം എല്ലാവരും സകലവിധ നന്മകളായും നിറയപ്പെട്ടവരും. അങ്ങനെ ഇടയ്ക്കെങ്കിലും തോന്നാറുണ്ടോ? ഒറ്റയ്ക്ക് തോന്നാറില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ഓർക്കാനോട് സ്നേഹം തോന്നില്ല, ഭാര്യയോട് തോന്നുന്നില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പണ്ട് നടന്ന സംഭവങ്ങൾ അന്ന് എന്റെ തെറ്റായിരുന്നു, അന്ന് ഞാൻ ക്ഷമിച്ചായിരുന്നെങ്കിൽ അതൊന്ന് അത്രയും വഷളായി തീരുകയില്ല എന്നുള്ള തോന്നലുണ്ടാവാറുണ്ട്. ഉണ്ടാവില്ലേ? ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മളെ എവിടെയൊക്കെയോ ദൈവിക നന്മയുടെ അംശങ്ങൾ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ആ വ്യാപാരം അതിന്റെ പാരമ്യത്തിൽ എത്തുന്നത് നിയതമായ ദൈവിക സംസർഗത്തിലൂടെയാണ്. ഒരു കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ വിത്ത് ഗോഡ്. അതാണ് നമ്മളെ ഈ ദൈവിക നന്മകളെ, ഈ നമ്മള് കനലൂതി അതിലെ തീ എപ്പോഴും നിർത്താറുണ്ട്. അത് മറ്റൊരു കനലിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ, തീയുള്ള കനലിനോട് ചേർന്നാൽ മാത്രമേ അത് എപ്പോഴും ചൂടാൻ നിൽക്കുന്നത്, അതിന് ചൂട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് കഴിക്കട്ടെ. അതുപോലെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരിക്കലും വിരാമമില്ലാത്ത ദൈവിക സംസർഗത്തിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നാം ജീവിതത്തിൽ ക്രമീകരിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ ദൈവിക നന്മകളെ അതിന്റെ എക്സ്ട്രീമായിട്ടുള്ള അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ അലൗകികമായ ലാവണ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ കടന്ന കയറ്റമുണ്ട്. നമ്മുടെ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഏക മനുഷ്യന്റെ പാപം മൂലം മരണം ലോകത്തിൽ വന്നിട്ടുണ്ട്. ആ പാപം കാരണമാണ് മുമ്പ് ഞാൻ സൂചിപ്പിച്ച ദൈവിക നന്മകളുടെ അംശികൾ അല്ലെങ്കിൽ അതിന്റെ ഉറവ പൂർണ്ണമായും നമ്മളിലേക്ക് തുറന്ന് വരാതെ ഇരിക്കുന്നത്. ഞാൻ മുമ്പ് ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്? എന്റെ നിങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യ കുലത്തിന്റെ സൃഷ്ടി നിർവഹണ സമയത്ത് എന്തായിരുന്നു നമ്മുടെ സൃഷ്ടാവിന്റെ മനസ്സിൽ, എന്തായിരുന്നു ആ പദ്ധതി എന്നത് ഞാൻ മുമ്പേ ചോദ്യം ചോദിച്ചു. അതിപ്രകാരമാണ് ഈ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി, അന്നത്തെ പദ്ധതി അന്ന് വന്നു. ആ പദ്ധതിയിൽ അതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആ പദ്ധതി, ആ വിഷൻ എപ്രകാരമായിരുന്നു? അമർത്യതയും അദ്രവ്യത്വവും ഉള്ളവനായി നിത്യതയിലേക്ക് ആയിരുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അമർത്യതയും അദ്രവ്യത്വവും.
ഉള്ളവരായി നിത്യതയിലേക്ക് പ്രവേശിക്കാനായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗം, നമ്മുടെ ഓരോരുത്തരുടെയും വിളി. എന്നാൽ അതിന് കോട്ടം സംഭവിച്ചത്, അതിന് വിഘ്നം സംഭവിച്ചത് ആദ്യം ഏതെന്റെ തോട്ടത്തിൽ ചെന്നു. കർണപദങ്ങളിലോട്ട് കേട്ട കാര്യങ്ങളെ പ്രവൃത്തിപദത്തിലെത്തി അനുസരണ കേടിനാൽ തനിക്ക് ലഭിച്ച അവകാശത്തെ, അതിന്റെ സാധ്യതയെ ആദ്യ മാതാപിതാക്കന്മാർ ഇല്ലാതാക്കി. പാപത്തിന്റെ അനുസരണക്കേടിന്റെ അടിമത്തത്തിൽപ്പെട്ട് അവർ തങ്ങൾക്ക് കിട്ടിയ തേജസ്സിന്റെ വസ്ത്രത്തെ ആ വസ്ത്രത്തിൽ നിന്നും നീങ്ങി മാറിപ്പോയി. അങ്ങനെ അവരുടെ സാധ്യത അസ്തമിച്ചു. എന്നാൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം നമുക്ക് ആ സാധ്യത വീണ്ടും തുറന്നു തന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ നിന്ന് തുടങ്ങി ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവരായി രൂപാന്തരീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ അവസാനത്തെ നിയോഗം, അല്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ അവസാനം, ഈ ലോക ജീവിതത്തിലെ അന്ത്യം, അതിന്റെ വിരാമം എപ്രകാരമാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിൽ ലയിക്കുന്നതായി മാറണം. എന്നാൽ മാത്രമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥം അതിന് പൂർണ്ണമായി കൈവരിക്കപ്പെടുന്നത് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതപ്രകാരമാണ് സാധ്യമാവുന്നത്. ക്രിസ്തുവിൽ നിന്ന് ആരംഭിച്ചു, ക്രിസ്തുവിനാൽ നയിക്കപ്പെട്ടു, ക്രിസ്തുവിൽ ലയിക്കപ്പെടുന്നു. ആ ക്രിസ്തുവിൽ ലയിക്കപ്പെടുന്ന ആ പ്രോസസ് അതപ്രകാരമാണ് സാധ്യമാകുന്നത്. അത് നമ്മുടെ കൗദാശിക ജീവിതം മൂലമാണ്. നാം അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ സഭയുടെ കൂദാശക്രമങ്ങൾ മൂലമാണ് നാം ക്രിസ്തുവിൽ ലയിച്ച് എന്റെ പരമോദതി പ്രാപിക്കുന്നത്. ഇനി കൂദാശകൾ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ലഭിച്ചിട്ടുണ്ടോ? എന്ത് ലഭിച്ചു? ഇന്നലെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങി ഇവിടെ വന്ന് 2.5 മണിക്കൂർ ഇവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ഈ പടിയിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മനസ്സിന് സമാധാനം, ശാന്തി നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ കൂദാശ പ്രാപിച്ചതുകൊണ്ടോ അതിൽ പങ്കെടുത്തതുകൊണ്ടോ നമുക്ക് ഗുണമുണ്ടാകും. അപ്പോൾ ഈ കൂദാശ ജീവിതം, കൗദാശിക ജീവിതം നമുക്ക് നൽകുന്നത് നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ ക്രിസ്തു ഭാവം നമ്മളിൽ ഉളവാക്കുവാൻ അത് നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, ആത്യന്തികമായി നമ്മളെ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ക്രിസ്തു ഭാവത്തെ, ക്രിസ്തു സാദൃശ്യത്തെ നാം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ക്രിസ്തുവിലൂടെയാണ് ദൈവ സ്വരൂപം നാം പ്രാപിച്ചിരിക്കുന്നത്. ക്രിസ്തുവിലേക്കുള്ള യാത്രയാണ് ദൈവ സാദൃശ്യത്തിലേക്ക് നമ്മളെ വിളിച്ച് അടുപ്പിക്കുന്നത്. ക്രിസ്തുവിൽ തുടങ്ങി ക്രിസ്തു ദർശനത്താൽ നയിക്കപ്പെട്ട് ക്രിസ്തു സത്യത്തിൽ അമരുന്നവരായി തീരാനാണ് ഓരോ ക്രിസ്ത്യാനികളുടെയും വിളിയും നിയോഗം. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിത പന്ഥാവിൽ അതിന് വേണ്ട വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, വഴി നടത്തുവാൻ, അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി സഞ്ചരിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. എങ്ങനെ മാറി സഞ്ചരിച്ചാൽ ഈ കൂദാശകളുടെ സഹായം മൂലം
മറന്ന് നടന്നു നീങ്ങിയ വഴികളിലേക്ക്, തെറ്റിപ്പോയ വഴിയിലേക്ക്, എവിടെ നിന്നാണോ തെറ്റിപ്പോയത്, എവിടെ നിന്നാണോ ക്രിസ്തുവിനെ നോക്കിയുള്ള യാത്രയിൽ ഏത് ഭാഗത്ത് വെച്ചാണോ അവനെ ആ വഴിയിൽ നിന്ന് തെറ്റിമാറിപ്പോയത്, അവിടേക്ക് തിരിച്ചു വരുത്തുവാൻ നമ്മുടെ കൂദാശകൾ, കൗദാശിക ജീവിതം നമ്മളെ സഹായിക്കട്ടെ. അതിന് സഹായിക്കും. അതിന്റെ സാധ്യതകളെ നാം ഓരോ ദിവസവും തിരിച്ചറിയുകയും അതിന് തന്നെ നമ്മളെ വിധേയപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ അതിന് നമ്മൾ ക്രിയ ചെയ്യാൻ സാധിക്കൂ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല പുതുവത്സരം നിങ്ങൾക്ക് നേർന്നുകൊണ്ടും എന്റെ എളിയ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരവസരം എനിക്ക് തന്ന ഈ ഇടവക വികാരികൾ, ഈ പള്ളിയുടെ ഭരണകർത്താക്കളോടുള്ള നന്ദി സ്നേഹവും എൻ്റെ വ്യക്തിപരമായ കാര്യം അറിയിച്ചുകൊണ്ട് എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒൻപതരയ്ക്ക് രാത്രി നമസ്കാരം ആരംഭിക്കും. അത് തുടർന്ന് 10:45, 10:40, 10:35 വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കും. തുടർന്ന് 12 മണിക്ക് പരിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളും. എല്ലാവരും ലൈറ്റെല്ലാം ഓഫാക്കി കത്തിച്ച വെള്ളികൾ പിടിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ അതിൻ്റെ രണ്ടാമത്തെ വരവാണല്ലോ വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് വരുന്നത്. ആ നിമിഷങ്ങൾ ഏറ്റെടുക്കുവാനുള്ള അവസരമാണ്. 12:10 നമ്മുടെ പുതുവത്സര ശുശ്രൂഷകൾ സമാപിക്കുകയാണ്. തുടർന്ന് നമുക്കൊരു പാട്ട് പാടാം. അതിനുശേഷം സങ്കീർത്തനം നമ്മൾ വായിക്കണം. കുറച്ചും കണ്ടിട്ടുള്ള കുറച്ചും പ്രാർത്ഥിക്കും. തുടർന്ന് 9:00 നമുക്ക് രാത്രി നമസ്കാരം ആരംഭിക്കുന്നതാണ്. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെ